പറയുന്ന പോലെ സെൻസിറ്റിവിറ്റി കൊടുക്കാതിരിക്കാൻ എന്തായാലും ഈ പറഞ്ഞ അഡൽട്സിന്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും അല്ല കൊടുക്കാതിരിക്കുന്നത്. പ്യുവർ പൊളിറ്റിക്സിന്റെ കാര്യത്തിലാണ് കൊടുക്കാതിരിക്കുന്നത്. ശരിക്കും ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയാതിരിക്കാൻ ഒരു സർക്കാർ ചെയ്യുന്ന കാര്യം അല്ലേ? അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പൊ ഞാൻ വന്നിട്ട് എനിക്ക് തോന്നിയത് ഒരിക്കലും വന്ന് വിളിച്ചു പറയാൻ പാടില്ല. അപ്പൊ ആ പറയുന്നത് വേറൊരാളുടെ ഫീലിങ്സ് ഹേർട്ട് ചെയ്യും എന്നാണെങ്കിൽ അത് ഒബ്വിയസ്ലി സ്റ്റോപ്പ് ചെയ്യണം. ഒരു സർക്കാർ ചെയ്ത തെറ്റായ കാര്യങ്ങള് വേറെ ആളൊന്ന് ചൂണ്ടിക്കാണിക്കുമ്പോ അവരത് കുഴിച്ചു മൂടാൻ ശ്രമിക്കുമ്പോ കാര്യങ്ങൾ ഒരിക്കലും ചൂണ്ടിക്കാട്ടിന്ന് പറഞ്ഞിട്ട് മൂവി അങ്ങനെ നമ്മള് ചെയ്യാലോ, സ്വാഭാവികമായിട്ട് ചെയ്യാലോ. ഭരിക്കുന്ന പാർട്ടികളാണ് സെൻസർ ബോർഡിൽ ഇരിക്കുന്ന സമയത്ത് എന്താ ചെയ്യാൻ പാടില്ലാത്തത്? അല്ല, അങ്ങനെ എനിക്ക് ഇഷ്ടംപോലെ മൂവീസ് ചെയ്യണല്ലോ. നമ്മുടെ തമിഴിൽ തന്നെ എന്തോരം സർക്കാരിന് ചൂണ്ടിക്കാട്ടിയിട്ട് അല്ല, ഒരു കാര്യമുണ്ട്, അവര് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയണത്. അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഹെയ്റ്റഡ് എന്നൊരു ഫീല്. ഇപ്പൊ ഞാൻ പറയാം, എക്സാമ്പിൾ ഞാൻ പറയാം, അത് നമുക്ക് പറ്റില്ല. അങ്ങനെ അതാവുമ്പോ അവിടെ ഒരു കയോസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനത്തെ പല കാര്യങ്ങളും റിമൂവ് ആക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഒരു ലിമിറ്റ് വിട്ടിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരു കയോസിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും റിമൂവ് ആക്കാൻ ട്രൈ ചെയ്യുന്നത്. അതാണ് ശരിക്കും സെൻസർ ബോർഡ് ട്രൈ ചെയ്യുന്നത്. കയോസ് അല്ലെങ്കിൽ വയലൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ആരെയും ഹേർട്ട് ചെയ്യരുത് എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അറിയില്ല എന്താണ് ആ മൂവിയിൽ ഇഷ്യൂ. നമ്മൾ കണ്ടിട്ടില്ല മൂവി, സോ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. കറക്റ്റായിട്ട് അറിയില്ല. ഇതെല്ലാം ഇപ്പം നമ്മൾ കേൾവിയാണ്, ന്യൂസിലൂടെ അറിയുന്നതാണ്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഒപ്പീനിയൻ വെച്ചിട്ട് നമുക്കൊരു ഫൈനൽ ആയിട്ടൊരു കാര്യം ഇതിനെ പറ്റി പറയാൻ പറ്റില്ല.